ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കുട്ടൻസിലാണ്. എൻ്റെ പുറകെ വേണ്ട ആവശ്യം പോലെ വണ്ടികളുണ്ട്. നമ്മുടെ ക്യാമറമാൻമാരെ ബാക്കിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് കാണും. വീഡിയോ എടുക്കുമ്പം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് നിർത്തി വെക്കാൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സൗണ്ട് കൂട്ടി തന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കുട്ടൻസിലെ വണ്ടികളുടെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള അപ്ഡേഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അറിയാവുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും ഒന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ചാനലാതായിട്ടാണ് കാണുന്നതിനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം 1K അടിച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പം ഇനി ഇതേപോലുള്ള വീഡിയോസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ജീവനോടത്തുള്ള കാര്യം നാട്ടുകാർ തല്ലിക്കൊന്നില്ലേ, നമ്മുടെ പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ബാക്കി നമ്മുടെ കുട്ടൻസിലെ വിശേഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോ പോകാം. അപ്പോൾ ഇതേ കുട്ടൻസിലോട്ടുള്ള വഴിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഗാന്ധർവ കിടപ്പുണ്ട്. ഗാന്ധർവയുടെ വിശ്വരൂപ പുതിയ വണ്ടി. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോയും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സാമാനമൊക്കെ കൊണ്ടുവന്നൊരു ഓട്ടോ കിടപ്പുണ്ട്. ബ്ലാക്കിൻ്റെ കുമ്മാട്ടി കിടപ്പുണ്ട്. അവിടെ നമ്മുടെ ചിന്നൂസിൻ്റെ റിവോൾവർ കിടപ്പുണ്ട്. പിന്നെ ഒരു കൊച്ചു വണ്ടി കിടപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണും. ഇതേ പുറത്ത് റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നോയ്സും കാര്യങ്ങളൊക്കെ കാണും. കുട്ടൻസിൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെ അവരിപ്പം നമ്മുടെ പൂജപ്പായിട്ട് ആയുധ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവരിയ്ക്കുകയാണ്. നല്ല മഴക്കോളുണ്ട്. മിക്കവാറും വീഡിയോ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് നിർത്തേണ്ടി വരും. ഞങ്ങൾ മഴ കാരണം ഇപ്പം തന്നെ കുറച്ച് കിടന്നിട്ട് വരികയാണ്. ആ കിടക്കുന്ന മുതലിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും. അവനവിടെ കിടക്കട്ടെ. പിന്നെ ഇത് ഈ പേരില്ലാത്ത മുതലിനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി പൊക്കിക്കൊണ്ട് വന്നാൽ ഞങ്ങളുടെ സ്വന്തം ഗുഡീസാണ് കിടക്കുന്നത്. പേരും കാര്യങ്ങളൊക്കെ ഇല്ല, വായൊക്കെ പൊളിഞ്ഞ് കിടക്കാൻ. ചെറുക്കൻ ചിരിച്ചുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ദേവനന്ദ കിടപ്പുണ്ട്. അപ്പം ഇത്രയാണ് ഇവിടെയുള്ള വണ്ടികൾ. ഇവിടെ ഇനി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ഷെഡാണ്. ഇതാണ് കുട്ടൻസിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇത്രയും വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയിലും ചെറിയ ചെറിയ വിഷ്വൽസ് എടുത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും അപ്ഡേഷനിലാണ്. അവർക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ സർപ്രൈസ് ആയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്പോയിലർ വരാത്ത രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ആ വിഷമം ഒന്ന് സഹിച്ചേക്കുക. ഇത് നമ്മുടെ വിശ്വരൂപയാണ് ഇവിടെ കിടക്കുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ഇപ്പം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പിക്സലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്ലാക്കിൻ്റെ വണ്ടിക്ക് ഇപ്പം സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വണ്ടികളെല്ലാം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നേ അവിടെ കിടക്കുന്ന വണ്ടിയായത്. നമ്മളിപ്പം വിശ്വരൂപയ്ക്കകത്തോട്ട് വന്നു. ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രീമിയം ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ പ്രകാശിന് കണ്ടതിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടിയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അക്രിലിക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒന്നും പുറത്തെ മറ്റേ കോട്ടിങ് ഇളക്കി കളഞ്ഞിട്ടില്ല. മൊത്തത്തിൽ വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല വർക്ക് കയറിയിട്ടുണ്ട്. വേണ്ട അവരുടെ ഗാന്ധർവയുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്, നിയോൺ സെറ്റ് ചെയ്തിട്ട്. പിന്നെ വണ്ടിക്കകത്ത് അത്യാവശ്യം ട്രിപ്പിന് വേണ്ട നല്ല ഹെവി വർക്കാണ് കയറുന്നത്. വണ്ടിയുടെ ക്ലോക്കൊക്കെ ഓണായിട്ട് കിടക്കുകയാണ്. വണ്ടി ഓണാണ്, കാരണം കട്ട് ഓഫ് ആക്കി വെച്ചിട്ടില്ല. കാരണം വണ്ടിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കുമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധർവയ്ക്കകത്ത്. ഓരോ വണ്ടിക്കകത്തും ഓരോ തീമിലാണ് സെറ്റ് ചെയ്തത്. ഇങ്ങനെ ചെയ്യേണ്ട ഒരു ഗാലക്സി, നമ്മുടെ ശനി, ശുക്രൻ അല്ല ആരായിരുന്നു, സാറ്റേൺ ആരായിരുന്നു, പുള്ളിക്കാരൻ്റെ ഒരു തീമിലാണ് വണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിൽ പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സബ് ഏതാണെന്നൊന്നും ഞാൻ എത്തി നോക്കുന്നില്ല. അതൊക്കെ അവർ സർപ്രൈസ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വണ്ടിയിലേക്ക് പോകാം. ഇതിപ്പം ഗാന്ധാരക്കകത്തുള്ള വിശേഷങ്ങളാണ്. അവിടെ ഏതോ ഒരു വണ്ടിയുടെ ആ ഓട്ടോയുടെ മണ്ടയ്ക്ക് ഞാൻ ഇതിനകത്ത് കയറിയപ്പോഴേ ശ്രദ്ധിച്ചു. ആ ഓട്ടോയുടെ മണ്ടയ്ക്ക് ഏതോ ഒരു വണ്ടിയുടെ പിക്സൽ റൂഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയൊരു ബ്രാൻഡിങ് ഔറയുടെ സബും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഇതിനകത്ത് വരുന്നത്. അത് ഔറയുടെ സ്പീക്കേഴ്സാണോ വരുന്നതെന്ന് അറിയത്തില്ല. അവർ പുതിയൊരു കമ്പനി ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്. ഇങ്ങനെ ഇപ്പം പുതിയതായിട്ട് ഇപ്പം ബസ്സുകളിൽ കയറി വരുന്ന സാധനമാണ് ഔറയുടെ സബ്ബുകൾ. അടുത്തത് നമ്മൾ ബ്ലാക്കിനകത്ത് കയറി. പിന്നെ പഞ്ച് ബോക്സിൻ്റെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നേ ഉള്ളൂ. സ്പീക്കറിൻ്റെ പഞ്ച് ബോക്സിൻ്റെ ഒക്കെ എല്ലാം ഇളക്കിയിട്ടേക്കാണ്. വയറും കാര്യങ്ങളൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. മൊത്തം ഒരു ബ്ലാക്ക് തീമാണ്. അവരുടെ പേര് പോലെ തന്നെ ഫുള്ളൊരു ഡാർക്ക് ബ്ലാക്ക് തീമിലാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. ചേട്ടന്മാരെ നമ്മൾ ശല്യം ചെയ്യാൻ നിൽക്കുന്നില്ല അധികം. വണ്ടി ഒരു ബ്ലാക്ക് ടൈപ്പ് ടെക്സ്ചറിൽ അത്യാവശ്യം നല്ല നിയോൺ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സീറ്റ് സഹിതം ഇളക്കിയിട്ടേക്കാണ് വർക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ നമ്മൾ ഓർക്കപ്പുറത്ത് മഴ കയറി വന്നു. അപ്പോൾ നമ്മൾ ചിന്നൂസിൻ്റെ റിവോൾവറിനകത്തിരിക്കുകയാണ്. വണ്ടി വർക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അത്യാവശ്യം ഒന്ന് മോഡേണൈസായി നമ്മുടെ പുതിയ സീസൺ അടിക്കാൻ വേണ്ടി ഉള്ള ലെവലിൽ ചെയ്യാൻ വേണ്ടി വന്ന് നടക്കുകയാണ് കുട്ടൻസിൽ. കുട്ടൻസ് സ്കിഡ് അവരുടെ ഒരു നിയോണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ അവരുടെ ചിന്നൂസിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്കിൽ നമ്മുടെ റിവോൾവറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പഴയ ലേസർ വെട്ടിയൊക്കെ ഇതൊക്കെ മാറും, ഫുള്ള് അവർ മാറ്റിയെടുക്കുകയാണ്. അപ്പം മഴയൊന്ന് തോരുന്നിടം വരെ നമുക്ക് ഇതിനകത്തിരുന്നേ പറ്റത്തുള്ളൂ. അപ്പുറത്ത് ദേവനന്ദുണ്ട്. അതിനകത്ത് നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ദേവനന്ദ്
പക്ക ഹെവി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അധികം അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് പുറത്തു നിന്നുള്ള വിശ്വസിച്ചേ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ ചെറുക്കും കിടപ്പുണ്ട് ഗുഡീസ്. അകത്ത് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചാനലിലൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. മാക്സിമം ഈ പാർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ നൈസായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാരഡൈസിൻ്റെ വീഡിയോ. അതിന് മുന്നത്തെ വീഡിയോ നമ്മൾ കളർ കോഡിൻ്റെയും ബോഡി കോഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല എപ്പോഴും പറയുന്നത്. ഞാൻ ഈ റോളിനെ പറ്റി, ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളും കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കാനായിട്ട് സമയം കണ്ടെത്തി പഠിച്ച് നമ്മൾ അത് ജോലിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഷഫിൾ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. മാക്സിമം നിങ്ങളോട് ഉള്ള കാര്യങ്ങൾ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അതേപോലെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്തിന് അതിനകത്ത് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാം. അന്നേരം നിങ്ങൾക്കത് പറഞ്ഞുതരാം, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളതനുസരിച്ച് മാറ്റം വരുത്തും. അതേപോലെ തന്നെ അതിന് കളിയാക്കലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ആക്കിയിരിക്കും. അപ്പം നമുക്കറിയാം ഓരോ ബുദ്ധിമുട്ടും നമുക്കുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്കും ഒരു ലിമിറ്റേഷനുണ്ട്. ഇപ്പം കുറച്ച് സാമ്പത്തികപരമായ സാഹചര്യങ്ങളൊക്കെ മോശമാണ്. ചാനൽ മെച്ചപ്പെടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണില്ല എന്നൊരു വിഷമമുണ്ട്. കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്, ടൈം കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ ബേസ് ചെയ്ത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അതങ്ങനെ ഓപ്പണായിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സജഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. ഇനിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറേ നാൾക്ക് മുന്നേ നിങ്ങൾ ഒരാൾ ചോദിച്ചൊരു കാര്യം തന്നെയാണ് അടുത്ത വീഡിയോസ് വരുന്നത്. അപ്പം നമ്മുടെ ഭാവി വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ വേണ്ടി. എന്തായാലും മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഇപ്പം നിലവിൽ നമ്മൾ ബോഡി കോഡിൻ്റെ വീഡിയോ ഇട്ടു. ബോഡി കോഡ് ഇപ്പം ഇട്ടിരിക്കുന്നതിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിട്ടത് AS52-ൻ്റെ AS052-ൻ്റെ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്നല്ല, ബൈലോ ആയിട്ട് വരുന്ന ഒരു സബ് ഡിവിഷനിൽ വരുന്ന ഒരു AS153 എന്ന് പറഞ്ഞുകൊണ്ട് സ്ലീപ്പർ കാറ്റഗറിയിലാണ് പ്രോപ്പറായിട്ട് ഞാൻ തപ്പിയപ്പം അതിലാണിപ്പം ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ സർട്ടിഫിക്കേഷൻ, ഓജസും അതേപോലെ നമ്മുടെ എം ജിയും സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 153യെ പറ്റി ഞങ്ങൾ തപ്പി അന്വേഷിച്ചു. പക്ഷേ അതിനകത്ത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അതിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ആ വീഡിയോ അങ്ങനെ ഇടാഞ്ഞത്. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ബേസിക്കലി ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ഇനി പ്രകാശ് A52 ആണോ എടുത്തത്, A153 ആണോ എടുത്തതെന്ന് അറിയത്തില്ല. അത് അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവും കാര്യങ്ങളൊന്നുമല്ല. ഇൻസ്റ്റയിൽ ആക്റ്റീവല്ല, FBയിൽ ഞാൻ തപ്പിയിട്ടില്ല. ഒന്ന് തപ്പി നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ചിലപ്പോൾ അതേപോലെ ആയിരിക്കത്തില്ല, അത് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണമെന്നില്ല. ഞാൻ ആ റൂളിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, ആ വീഡിയോയിൽ ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പേര് അത് പറഞ്ഞ് കളിയാക്കാനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നു. സെപ്റ്റംബർ ആയിട്ടും വണ്ടി വന്നില്ല. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സെപ്റ്റംബറിൽ പ്രൊഡക്ഷൻ ബാച്ച് കയറുന്ന വണ്ടികൾ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ 2 വണ്ടികൾ കിടപ്പുണ്ട്. ഞാൻ ആ വണ്ടിക്കകത്ത് വന്ന വ്യത്യാസം കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അത് 2 ലാസ്റ്റ് ബാച്ച് സെഡസ്ട്രകളാണ് കിടക്കുന്നത്. അത് രണ്ടിനും അത്യാവശ്യം സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും വേഴ്സായിട്ടല്ല, ഞാൻ എക്സ്ട്രീമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വ്യത്യാസം കാണും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് നിങ്ങളത് പറഞ്ഞു തരിക നമുക്ക്. അത്രേ ഉള്ളൂ. അതിപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിലും ശരി, ഇപ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണെങ്കിലും ശരി, ഏത് വീഡിയോ ആണെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റിൽ അന്നേരം ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞേക്കാം, അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കിയിരിക്കും. അപ്പം അതാണ് ജസ്റ്റ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാൻ തോന്നി. കാരണം നമുക്ക് കുട്ടൻസിൽ ഇപ്പോൾ കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അത്യാവശ്യം ലെങ്ത് കിടപ്പുണ്ട് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വീഡിയോയിൽ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം മഴയൊന്ന് താന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി വണ്ടികളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. എക്സൽ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചെറുക്കനേക്ക് കയറാം. ഇപ്പം നമ്മുടെ സ്വന്തം ഗുഡീസിൻ്റെ ഇവിടെ ഫുൾ ഇളക്കിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മളന്ന് ഇല്ലാഞ്ഞ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുറേ ഐറ്റങ്ങൾ കാണിച്ചു തരാം. പിന്നെ ആ ഡോറിൻ്റെ ഹാൻഡിൽ ഞാനിവിടെ തിരക്കി. അത് സത്യത്തിൽ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ. നമ്മുടെ TVയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇനി തൊട്ട് ബോഡി കോഡിൽ വന്നൊരു ചേഞ്ചിൽ വന്നൊരു മെയിൻ അഡീഷനാണ് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങൾ. അതിൽ ഇത് ബോഡി കോഡിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിപ്പോൾ വണ്ടികളിൽ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് ഇപ്പോൾ ഈ ബോഡി കോഡിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങൾ ചെയ്യണം. അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത് അതിനു വേണ്ടിയുള്ള സെൻസർ ക്യാമറയാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സെൻസർ ക്യാമറ വന്നിട്ടുണ്ട്. അവിടെ ഫയർ ഡിറ്റക്ഷൻ്റെ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ്ലർ. ഇത് നമ്മുടെ ഡയറക്റ്റ് അടിക്കുന്നതല്ല, വാട്ടറല്ല, മറ്റേ ഫോമിൻ്റെ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഫോം അടിക്കാൻ വേണ്ടിയുള്ള
സാധനം എന്തുണ്ട് ബാക്ക് വരെ ഇതുണ്ട്. ഇവിടെ ഒരു ഫയറിൻ്റെ ഡിറ്റക്ഷൻ സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരെ വന്നിട്ടുണ്ട്. ബാക്കിലാണ്ട് ഡിക്കിക്കകത്താണ് ഇത് സാധനം വരുന്നത്. രണ്ട് സൈഡിലോട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ള് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ആൻഡ് ഇവിടെ സൈഡിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലും അതേപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് സീറ്റിനൊരു തീ പിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അടിച്ചോളും. അല്ല അയലിലാണ് തീ വരുന്നതെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്കൊന്നും അടിക്കും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ അല്ലാണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫയർ എക്സ്റ്റിങ്ഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലോട്ടും പോയിട്ടുണ്ട്. അതിൻ്റെ വേറെ രണ്ട് ഇതൊക്കെ ഫയർ പ്രൂഫാണ്. ഇതൊന്നും കത്തിക്കഴിഞ്ഞാൽ നല്ല കട്ടുള്ളതാണ്. ഇത് അകത്ത് ട്യൂബും അതിൻ്റെ മണ്ടക്കൂടി ഇരുമ്പ് പോലത്തെ, ഇരുമ്പല്ല ഒരു അലൂമിനിയം ആണ്, എന്തിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. അതിങ്ങനെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് തീ പിടിക്കുമ്പോൾ ഇതിനൊന്നും പറ്റാതിരിക്കാൻ. ഇതവിടുന്ന് ഡിക്കിക്കകത്തോട്ടാണ് പോകുന്നത്. ഡിക്കിക്കകത്താണ് ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങൾ ചെറുതായിട്ടല്ല, ഇനി അങ്ങോട്ട് സീരിയസ് ആയിട്ട് തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ഹൈവേ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ മോണിറ്ററും സെൻസറും ഒക്കെ പുതിയതകത്ത് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ബാക്ക് ക്യാമറയാണോ അതോ GPS-ൻ്റെ ആണോ, ഏതിൻ്റെ ഒരു ബോർഡ് കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ പെട്ടി അടിച്ചിട്ടേ ഉള്ളൂ. സ്പീക്കറൊന്നും നമ്മുടെ ഗുഡീസിനകത്ത് വെച്ചിട്ടില്ല. ചെറുക്കൻ്റെ വീഡിയോ നമ്മൾ മൂന്നാമത്തെ പാർട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല. ആദ്യത്തെ 2 പാർട്ടിനും വലിയ ലെവൽ ഓഫ് റീച്ച് വരാത്തതുകൊണ്ടാണ് തേർഡ് പാർട്ട് ഇത്തിരി ഡിലേ ആക്കിയത്. പ്രകാശ് ഇന്ന് ഇവനെ കൊണ്ട് നാട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരു പാർട്ട് കൂടെ ഉണ്ട്. അപ്പം പിന്നെ നമുക്കിങ്ങനെ കുറച്ച് കുട്ടൻസിൻ്റെ അകത്തെ കുറച്ച് ഒളിഞ്ഞോട്ടോടെ കാണാം. ഇതവർ ഇടിച്ചില്ലേ വരുന്നതായിരിക്കും. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവരെ പിക്സൽ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തുന്ന കണ്ടോ? കാണുന്നുണ്ടോ? അത് കത്തുന്ന കാണുന്നുണ്ടെങ്കിൽ അത് പിക്സലും കാര്യങ്ങളൊക്കെ അവർ ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പിന്നെയും വന്ന് പുറത്ത് ദേവനന്ദ കിടപ്പുണ്ട്. അവർക്ക് കണ്ട് അവിടെ കുട്ടൻസിൻ്റെ ഒരു അത് LED നെയിം ബോർഡാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വാസുകീപതി അവരുടെ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ. ബ്ലാക്ക് ഇവിടെ കിടപ്പുണ്ട്. പുതിയ മോഡൽ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ബ്ലാക്കിന് വരുന്നത്. അത് തന്നെയാണ് അപ്പുറത്തും. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് നമ്മുടെ അടുത്ത വീഡിയോ നോക്കിയാൽ അതിൻ്റെ കാര്യം. പിന്നെ ഇവിടെ ആയുധ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കണം അവിടെ. പിന്നെ വേണ്ട കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ പോയിട്ട് ക്യാമറ അവിടെ ഓൺ ആക്കാൻ വീഡിയോ ഒന്ന് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ബാക്കും കാര്യങ്ങളൊക്കെയാണ് അവരുടെ വിശ്വരൂപ ഒരു ഐക്കോണിക് ആയിട്ടുള്ള നിയോണും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ അക്രലിക്കിൻ്റെ ഒരു ഐ ഫിനിഷും വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടൻസിൻ്റെ ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മുമ്പ് ഒന്ന് കാണിച്ചായിരുന്നു. അവർ രാവിലെ പൂജ വെച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ അവർ ചെയ്ത കുറച്ച് സാമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കുട്ടൻസിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് എവിടെ ആയിരുന്നടാ കറക്റ്റ്? അപ്പോൾ ഈ നമ്മുടെ കുട്ടൻസിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ പാരിപ്പള്ളിയിൽ നിന്ന് പാളയംകുന്ന് പോകുന്ന വഴി ചവർകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം കുട്ടൻസ് കിടക്കുന്നത്. റോഡ് സൈഡ് തന്നെയാണ്. നിങ്ങൾക്ക് വരുന്ന വഴി നിങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലുണ്ട്. നമുക്ക് കുട്ടൻസിനൊരു പ്രൊമോഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തതന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ കണ്ടൊരു കൊച്ചുവണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വണ്ടിക്ക് നല്ല രസമുണ്ട്. ഇതൊക്കെ നമുക്കൊരു നമ്മളെല്ലാം കാറൊക്കെ ഒരു പുറത്ത് സ്പെക്ക് ചെയ്യുന്ന രീതിയിൽ ലിപ്പും സ്കർട്ടും എല്ലാം സെറ്റ് ചെയ്തവന്മാർ വെച്ചേക്കാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ സത്യത്തിൽ നല്ല രസമുണ്ട്. ഇത് 15 സീറ്റാണെന്ന് തോന്നുന്നു വണ്ടി. 15 സീറ്റ് വണ്ടി. ആ ഒരു 14-15 സീറ്റ് വണ്ടി കാറ്റഗറിയാണെന്ന് തോന്നുന്നു. നല്ല ഹെവി വർക്കാണ് ഈ സെഗ്മെൻറ്റിലൊക്കെ. ഇത്രയും വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉള്ള വണ്ടികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മഹേന്ദ്രയുടെ കോസ്മോ ടൂറിസ്റ്റർ കാറ്റഗറി വരുന്ന വണ്ടിയാണ്. നല്ല വണ്ടി. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ട്. നമ്മൾ കയറി കഴിയുമ്പോൾ സത്യത്തിൽ ഒരു സർപ്രൈസ് ആയിപ്പോയി. ഇത് വണ്ടി ഞങ്ങൾ വലുതായിട്ടൊന്നും കാണത്തില്ല. പിക്സലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും കാണത്തില്ല എന്നൊരു രീതി ഞങ്ങൾ തുറന്നു നോക്കിയാണ്. പക്ഷേ ശരിക്കും വർക്കുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കിടക്കുന്ന വലിയ വണ്ടികളെക്കാട്ടിലും വർക്കുള്ളൊരു കൊച്ചു വണ്ടി. അപ്പം അത്രയൊക്കെ നമ്മുടെ കുട്ടൻസിലെ വിശേഷങ്ങൾ. നമുക്കിവിടെ കിടക്കുന്ന വണ്ടികൾക്കെല്ലാം കാണിക്കുന്നതിന് ലിമിറ്റുണ്ട്. പിന്നെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കുട്ടൻസ് എന്നൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മെയിൻലി കാണിച്ചെന്ന് മാത്രം. ജസ്റ്റ് ഇവരുടെ സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ പാരഡൈസിൻ്റെ വീഡിയോയിൽ നമുക്ക് 2 കോപ്പിറൈറ്റാണ് അടിച്ച് കിട്ടിയത്. അപ്പോൾ സൗണ്ട് ടെസ്റ്റിങ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു കോപ്പിറൈറ്റ് വന്നാൽ എൻ്റെ ചാനൽ താങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി അത് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മുടെ സിംഗത്തിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും സിംഗത്തിൻ്റെ ഫുൾ റിവ്യൂ. കേരളത്തിലെ ആദ്യത്തെ മാറ്റ് ബ്ലാക്ക് സെഡസ്ത്രയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവൻ്റെ വീഡിയോ ആണ് അടുത്ത് വരുന്നത്. അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ അങ്ങനെയുള്ള
ചടങ്ങുകളൊക്കെ സ്ഥിര ചടങ്ങുകളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ദിസ് ഈസ് മൈ ഷിഫ്റ്റ് സൈനിങ് ഓഫ്.